പടച്ച തമ്പുരാൻ പരമകാരുണികനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ നിദർശനം റഹ്മാൻ അല്ലമൽ ഖുർആൻ. അവൻ മനുഷ്യനെ മനുഷ്യനാക്കാൻ ആവശ്യമായ അവന്റെ മാനിഫെസ്റ്റോ ആദ്യം സമർപ്പിച്ചു എന്നുള്ളതാണ്. മാനിഫെസ്റ്റോ, മാനുവൽ, അതാണ് ആദ്യം വെക്കേണ്ടത്. എന്നിട്ടാണ് പ്രൊഡക്റ്റ് വരേണ്ടത്. ഒരു പ്രൊഡക്റ്റ് വരുന്നതിന് മുമ്പേ അത് പ്രവർത്തിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു മാനുവൽ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം അള്ളാഹു അവതരിപ്പിക്കുക ഖുർആൻ. ഇതില്ലെങ്കിൽ പുറകെ വരുന്ന സാധനത്തിന് ഒരു മൂല്യമില്ല. ഇൻസാൻ ആകുന്നത് ഖുർആൻ കൊണ്ടാ. അതുകൊണ്ട് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഖുർആനെ പറഞ്ഞത്. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ഓർഡർ തെറ്റിച്ചല്ലേ അള്ളാഹ് പറയുന്നത്? ഓർഡർ തെറ്റിച്ചാ പറയുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തെങ്ങനെ പറയണ്ട, മനുഷ്യനെ പടച്ചു എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു എന്ന്. പക്ഷെ അള്ളാഹ് പറയണ എങ്ങനെയാ? ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു എന്ന്. ഖുർആൻ പഠനമില്ലാത്ത മനുഷ്യനല്ലെന്നാണ് അതിനർത്ഥം. എന്നിട്ട് അള്ളാഹ് പറയാ അല്ലമഹുൽ ബയാൻ. മനുഷ്യന്റെ അറിവുകളിൽ ഏറ്റവും മികച്ച അറിവായ, അല്ലെങ്കിൽ അവന്റെ സ്കില്ലുകളിൽ, അവന്റെ ഫാക്കൽറ്റികളിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയായ അവന്റെ ആവിഷ്കരണ ശേഷി, നമ്മൾ പ്രസംഗസിദ്ധി എന്നൊക്കെ പറയുന്ന ആശയങ്ങളെ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്ന സ്പീക്കിംഗ് സ്കില്ല് ഉണ്ടല്ലോ, അതാണ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സിദ്ധി, മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന. ആ സിദ്ധിയെ റഹ്മാനായ അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്ന അത്ഭുതകരമായ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഈ മാനിഫെസ്റ്റോയെ ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ മിറക്കിൾ, അത്ഭുതമായ മനുഷ്യൻ, അവന്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ അവന്റെ ഫാക്കൽറ്റി, അവന്റെ ബയാൻ എന്ന് പറയുന്ന സിദ്ധി ഉപയോഗിച്ച് ഈ ലോകത്ത് പ്രചാരണം നടത്തിയില്ല എങ്കിൽ മനുഷ്യത്വം ഉണ്ടാകില്ല എന്നാ പറയുന്നതിന്റെ അർത്ഥം. ഇതിനാ 4 എണ്ണം ചേർത്ത് വെച്ചേക്കണേ. ഇതൊന്നൊന്നിനോട് ചേരണം. റഹ്മാൻ അള്ളാഹുവിന്റെ സൂപ്പർലേറ്റീവായ സിഫത്താണ്. അതുപോലെ തന്നെ ഖുർആൻ ഈ ലോകത്ത് മാനവരാശിക്ക് മനുഷ്യനെ മനുഷ്യനാക്കാൻ തന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടികളിൽ ഏറ്റവും മികച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അവന്റെ ഏറ്റവും മികച്ച സ്കില്ലാണ്, അവന്റെ ഫാക്കൽറ്റിയാണ് സ്പീച്ച് സെന്റർ. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിനിലെ ഒരു പാർട്ടാണ്. അതാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ സാധനങ്ങൾ തമ്മിൽ ചേരാതെ മനുഷ്യനുണ്ടാവില്ല. ഇന്ന് പഠിച്ചവനൊക്കെ കന്നാലിയാകുകയാണല്ലോ. വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ ക്രൂര ഹിംസ്ര ജന്തുക്കളെക്കാൾ കൂടുതൽ മനുഷ്യന്റെ മേശപ്പുറത്തിരിക്കുന്ന അപകടം പറ്റി ജീവന് വേണ്ടി പെടയുന്ന ഒരു രോഗി തന്റെ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ അവൻ പണം കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഓപ്പറേഷൻ ടൂൾസ് ആ രോഗിയുടെ ദേഹത്ത് ഞാൻ സ്പർശിക്കില്ല എന്നും പറഞ്ഞിട്ട് പണം കെട്ടിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വെമ്പുന്ന ഒരു ഡോക്ടർ മനുഷ്യനാണോ? ജീവനാണ് അവിടെ പെടയുന്നത്. ഒരുപാട് പണം മുടക്കി പഠിപ്പിച്ചിട്ട് കന്നുകാലികളെ, മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ, അതല്ലേ ഇന്ന് ലോകത്തിന് സാധ്യമായത്? അതല്ലേ സാധിച്ചത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമ് അത്ര നിസ്സാരമാണെന്ന് കരുതണ്ട. ഈ ഇൽമിന്റെ വില ഇന്ന് ലോകം അറിയുന്നുണ്ട്. ഇന്നലകളിലൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ, മനപ്പാടമാക്കാനൊക്കെ ആളുകൾക്കൊക്കെ വലിയ മടിയായിരുന്നു. ആരെങ്കിലും വലിയ മുസ്ലിയാരാകാൻ തീരുമാനിച്ച ആളുകളൊക്കെ ഇന്നിപ്പോ ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ എവിടെ തുടങ്ങിയാലും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിർവാഹമില്ലാതെ അവിടെ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുകി വരുന്ന കാഴ്ചയാണ്. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ വെറുതെ മനപ്പാടമാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വെറും മനപ്പാടമാക്കലല്ല, അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. ഒരു മനുഷ്യന് ഈ ലോകത്ത് അള്ളാഹു നൽകിയിരിക്കുന്ന മെമ്മറി എന്ന് പറയുന്ന, ഓർമ്മശക്തി എന്ന് പറയുന്ന അത്ഭുതം കൊണ്ടാണ് അവന്റെ എല്ലാ കഴിവുകളും യഥാർത്ഥത്തിൽ അതിന്റെ പ്രകാശനം, പൂർണ്ണതയിൽ പ്രകാശനം നേടുന്നത്. ആ ഓർമ്മശക്തിയെ അത്ഭുതകരമായ നിലയിൽ പരിപോഷിപ്പിക്കാനും വളർത്താനും പരിശുദ്ധമായ ഹിഫ്ളുൽ ഖുർആൻ ചെയ്യുന്ന കുട്ടികൾക്ക് സാധിക്കുന്നുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുക. മെമ്മറി, അവന്റെ കഴിവ്, പഠിക്കാനുള്ള ശേഷി, അവന്റെ ബുദ്ധി, ഇതിലൊക്കെ വലിയ വികാസം ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ട് PMS കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ഓബാനൂർ മുഹമ്മദ് ഒരു ലേഖനത്തിൽ എഴുതി, ഞാൻ കോളേജിൽ പഠിക്കുന്ന എൻ്റെ കുട്ടികളെ നിരീക്ഷിക്കാറുണ്ട്. ആ കുട്ടികളെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ അവർ ഡിഗ്രിയൊക്കെ പഠിക്കാൻ വേണ്ടി ഹിഫ്ള് ചെയ്ത ഹാഫിളീങ്ങളായ കുട്ടികൾ വരാറുണ്ട്. അവർ പഠിക്കാൻ വന്നിരുന്നാൽ മറ്റെൻ്റെ വിദ്യാർത്ഥികളെക്കാൾ കുറഞ്ഞത് 4 ഇരട്ടി വേഗത്തിൽ അവർ പാഠഭാഗങ്ങൾ മനഃപ്പാഠമാക്കാറുണ്ട്, പഠിച്ച് എടുക്കാറുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഒരു കുട്ടി ഹിഫ്ള് പൂർത്തിയാക്കുമ്പോൾ അവന്റെ മെമ്മറിയുടെ, ഓർമ്മകളുടെ അറകൾ വികസിക്കുകയാണ്. അവൻ ഏത് രംഗത്ത്, ഏത് പഠന മേഖലയിലേക്ക് അവൻ കയറി ചെന്നാലും, അവൻ അവസരങ്ങൾ ലഭിച്ചാലും അവൻ വളരുകയും വികസിക്കുകയും അവന്റെ എല്ലാ സിദ്ധികളും പ്രകാശനം കൊള്ളുകയുമാണ്. അതുകൊണ്ട് ഇവിടെ ഹാഫിളീങ്ങളായ സനത് നൽകപ്പെടാൻ പോവുകയാണ്.
ഹാഫിളുകളായ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഈ സാധനം ഉള്ളിലിട്ട് നിങ്ങളുടെ അത്ഭുതകരമായ മെമ്മറി വികസിച്ച് വളരെ ഉന്നതമായ തലങ്ങളിൽ എത്തി നിൽക്കുന്ന നിങ്ങൾ പരിശുദ്ധമായി ഖുർആന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും പഠിക്കാൻ മെനക്കെടാതെ ഹിഫ്ള് ചെയ്തത് കൊണ്ട് മാത്രം നിർത്തിപ്പോകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ വമ്പൻ പരാജിതരാണ്. നിങ്ങൾക്ക് പഠിച്ചു വളരുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. പഠിക്കാൻ ഉള്ള ഒരു താക്കോലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രെയിൻ വളർച്ചയുടെ വികാസത്തിന്റെ അത്യുന്നത സീമകളിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ തുറന്നു തരികയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഹിഫ്ളുൽ ഖുർആൻ ചെയ്തത്. അതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വീണ്ടും വീണ്ടും വികസിക്കുകയാണ്. ലോകം ഇന്ന് നിങ്ങളെപ്പോലുള്ള പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരുടെ പാരായണത്തിന് വേണ്ടി കാതോർക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിച്ച നല്ലൊരു കാര്യയുടെ പാരായണത്തിന് ലോകം കാതോർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് പഠിച്ച പണ്ഡിതന്മാരുടെ ഖുർആൻ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾക്ക്, അവരുടെ പ്രഭാഷണങ്ങൾക്ക് ലോകം കാതോർക്കുന്നുണ്ട്. ഖുർആൻ ആധാരമാക്കി ബേസ് ചെയ്ത് ലോകത്തിന്റെ സമസ്യകളെ നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് മലയാള മണ്ണ് മാത്രമല്ല, ഭാരതം മാത്രമല്ല, നമ്മുടെ ഏഷ്യൻ മേഖല മാത്രമല്ല, യൂറോപ്പും അമേരിക്കയും എന്ന് വല്ലാതെ കൊതിയോടെ കാത്തിരിപ്പുണ്ട്. അവരൊക്കെ ഖുർആനിന്റെ അറിവുകളെ ഇന്ന് സാഗൂതം ശ്രവിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മഹത്തായ ഒരു ഹിഫ്ളിന്റെ സ്ഥാപനം ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടു. അതിന്ന് ധാരാളം വിദ്യാർത്ഥികളെ ഹാഫിളുകളെ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ വളർച്ചയുടെ വഴികളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഈ മക്കൾ നമുക്ക് നാളുകളിൽ അഭിമാനമായി മാറണമെങ്കിൽ, ഈ സമൂഹത്തെ മനുഷ്യത്വത്തിന്റെ വഴിത്താരയിലൂടെ കൈപിടിച്ചാനയിക്കുന്നവരായി ഇവർ പരിവർത്തനപ്പെടണമെങ്കിൽ മനുഷ്യത്വം വളർത്തുന്നവരാകണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഈ അറിവുകൾ ആർജിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും മൃഗങ്ങളെക്കാൾ താഴെയാണ് നമ്മുടെ നിലവാരം. മൃഗം നമ്മളെക്കാൾ എത്രയോ മേലെയാ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സാധാരണ നമുക്കറിയാം, നമ്മുടെ ഒരു താറാവിന്റെ ഒരു കുഞ്ഞ്, ഒരു ഉപമയ്ക്ക് ഞാൻ പറയുക, ഒരു കഴുതയുടെ കുട്ടി ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു കുളക്കടവിൽ കൊണ്ടുപോയി നിർത്തുക. താറാവിന്റെ കുഞ്ഞിനെ, ഒരു കഴുതയുടെ കുട്ടിയെ, ഒരു മനുഷ്യന്റെ 2 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുപോയി ഒരു കുളക്കടവിൽ നിർത്തുക. എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാവോ? ആ താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിലിറങ്ങി ആരും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ നീന്തി അങ്ങ് പോകും. കഴുതയുടെ കുഞ്ഞ് വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. മനുഷ്യന്റെ കുഞ്ഞ് 2 വയസ്സ് പ്രായമായ വെള്ളത്തിൽ ചാടി ചത്തും പോകും. അല്ലേ? ഇതാണ് സംഭവിക്കുക. 2 വയസ്സായ ഒരു കുഞ്ഞ് സ്വന്തം വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ ചാടി മരിച്ചതിന്റെ ഒരു സങ്കടം, ഒരു ഉമ്മയുടെ വേദന ഈ സമീപകാലം ഒരുപാട് എനിക്ക് പങ്കുവെക്കേണ്ടി വന്ന ഒരു വിനീതനാണ് ഞാൻ. 2 വയസ്സായിട്ടും ആ കുട്ടിക്ക് വെള്ളം കണ്ടാൽ വെള്ളത്തിൽ ചാടി മരിച്ചു പോകും. അതുകൊണ്ട് വെള്ളത്തിൽ ചാടരുതെന്ന തിരിച്ചറിവ് ഈ മനുഷ്യനില്ല. പക്ഷെ ഒരു മൃഗമായ കഴുതയ്ക്കുണ്ട്, വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകും, അത് തിരിച്ചു പോകും. അത് താറാവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലിറങ്ങി നീന്തിപ്പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. പഠിച്ചില്ലെങ്കിൽ, അറിവ് നേടാത്ത ഒരു മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവനാണ്, താഴെയാ. ഈ മനുഷ്യനാണ് അറിവ് ആർജിച്ചുകൊണ്ട് ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുന്നത്, ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഈ ലോകത്തിന്റെ നാഥനായി, ഈ രാജ്യത്തിന്റെ പ്രതിപുരുഷനായി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെക്കാൾ കൂടുതൽ അവർക്ക് മഹത്വം നൽകാൻ കാരണം, മലക്കുകൾക്ക് ഉള്ള ലോകം ഭരിക്കാനേ അറിയാവുള്ളൂ. മലക്കുകൾക്ക് ഉള്ളത് ഭരിക്കാനേ അറിയാവുള്ളൂ. പുതിയതൊന്നും ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അത്ര അറിവ് അള്ളാഹു തആല മലക്കുകൾക്ക് കൊടുത്തുള്ളൂ. നിലവിലുള്ള ഡിപ്പോസിറ്റ് ആയ അറിവ് അവര് ഉപയോഗിക്കും. പക്ഷേ അറിവ് കൊണ്ട് വളരാൻ ഈ ലോകത്ത് അള്ളാഹു മനുഷ്യന് സിദ്ധി വെച്ചു എന്ന് തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العزيز الحكيم. പരിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മലക്കുകളൊക്കെ ബന്ധപ്പെട്ട് മനോഹരമായ ഒരു ചർച്ച നടത്തുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ഓതിയിട്ടും പറഞ്ഞിട്ടുള്ള എന്താ അല്ലാഹു പറയണത്? അല്ലാഹു തആല ആദമിനെ സൃഷ്ടിച്ചിട്ട് ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ, ഈ പ്രകൃതി ഭരിക്കേണ്ടുന്ന, ഈ ഭൂമി അടക്കി ഭരിക്കേണ്ടുന്ന, ഈ പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അള്ളാഹു ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന വസ്തുക്കളിലെ അത്ഭുതങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിച്ച് കാട്ടേണ്ടുന്ന മനുഷ്യനെ അതിനുവേണ്ടി സൃഷ്ടിച്ച് അത്രയും സ്കില്ലുണ്ട് അവന്റെ ഉള്ളിൽ.
ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ വെള്ളത്തിൽ ചാടി ചത്തുപോയത്. താറാവിറങ്ങി നീന്തിപ്പോയപ്പോൾ കഴുത തിരിച്ചു നടന്നപ്പോ വെള്ളത്തിൽ ചാടി ചത്തുപോയി. മനുഷ്യൻ അറിവ് കണ്ടല്ല മാതമൽ വസ്തുക്കളെ, അള്ളാഹുവിന്റെ പ്രകൃതി വസ്തുക്കളെ, പ്രപഞ്ച വസ്തുക്കളെ പഠിച്ചപ്പോ അവൻ ഈ ലോകത്ത് ആകാശ സീമകളിൽ അവൻ താണ്ടിപ്പറന്നു. സൗരയൂഥങ്ങളെ കീഴ്പ്പെടുത്താൻ അവൻ പഠിച്ചു. എവറസ്റ്റിൽ ഹിമാലയത്തിന്റെ മുകളിൽ കാലൂന്നാൻ പഠിച്ചു. സമുദ്രത്തിന്റെ അന്തർഭാഗത്തോട് ഊളിയിട്ട് സഞ്ചരിക്കാൻ അവൻ പഠിച്ചു. ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് അവൻ ആശയവിനിമയം നടത്താൻ പഠിച്ചു. ലോകത്തിന്റെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് നോക്കി കണ്ടുകൊണ്ട് വർത്തമാനം പറയാനും കാര്യങ്ങൾ ഇടപെടൽ നടത്താനും മാത്രം അവൻ വളർന്നു. ഇനിയും അവൻ വളരും. മനുഷ്യൻ വളർച്ചയുള്ളവനാണ്. നമുക്ക് വളരേണ്ടതുണ്ട്. ഈ വളർച്ചയ്ക്കെല്ലാം ആധാരമാക്കി അള്ളാഹു വെച്ചത് ഇൽമാണ്, അറിവാ. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ഇത് ആദമിന്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഈ മൃഗം നേരത്തെ മിടുക്കനായിരുന്ന ഈ മൃഗം നമ്മളെക്കാൾ, പക്ഷെ ആ മൃഗം വളർന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ മൃഗം ഇന്ന് വരെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, യുക്തിവാദികളെന്ന് സ്വയം മേനി പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത യുക്തി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില വിഡ്ഢിക്കോമരങ്ങളുണ്ട്. അവർ പറയാറുള്ളത് എന്താണ്? ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് ജീവികളെ വളർത്തുന്നതും പുരോഗമിപ്പിക്കുന്നതും. ചുറ്റുപാടുകൾക്ക് അനുസരണമായിട്ട് പുരോഗതി ഉണ്ട്. അങ്ങനെയാണ് കാട്ടിന്റെ ചുറ്റുപാടുകളിൽ പറഞ്ഞ കാട്ടാനയ്ക്ക് ഇന്ന് വരെ ഇതുപോലൊരു ചെയർ ഉണ്ടാക്കിയിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല. മനുഷ്യനല്ലേ ആ കാട്ടിലെ മരങ്ങൾ വെട്ടിയെടുത്തിട്ട് ഈ ഫർണിച്ചേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയത്, അല്ലേ? ആ കാട്ടിന്റെ അനുകൂല അന്തരീക്ഷം ഇന്ന് വരെ ആ ജന്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനൊരു വസ്ത്രം, ഒരു അടിവസ്ത്രമെങ്കിലും വാങ്ങിച്ച് ധരിച്ച് നാണം മറിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? കഴിച്ചു തുടങ്ങിയ അന്നത്തെ ആ പുല്ലും അതുപോലെ തന്നെ അതാ പനങ്കയ്യമല്ലാതെ ഏതെങ്കിലും ഒരു മൃഗത്തിന് ഒരു ഭക്ഷണ മേഖലയിൽ ഒരു പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വസ്ത്രത്തിന്റെ മേഖലയിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും തുടക്കത്തിൽ കഴിവുണ്ടായിരുന്നു, പക്ഷെ ഇൽമില്ലാത്തതിന്റെ പേരിൽ അവൻ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. മനുഷ്യനോ ഇൽമു കൊണ്ട് പുരോഗമിക്കുകയാണ്. ഇൽമു കൊണ്ട് പുരോഗമിക്കുകയാണ്. ആ ഇൽമിന്റെ പ്രചോദനമാണ് ഖുർആൻ. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഈ ഖുർആനാണ് അറിവ് കൊണ്ട് വളരാൻ ലോകത്തെ പഠിപ്പിച്ചത്. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ആ മനുഷ്യൻ കണ്ടിയില്ലയോ ഒട്ടകങ്ങളെ എങ്ങനെയാണ് അതിന്റെ സൃഷ്ടിപ്പെന്ന്? ജീവശാസ്ത്രം പഠന വിധേയമാക്കി വളരുക, അതിലെ അത്ഭുതങ്ങളെ തിരിച്ചറിയുക. ആകാശം എങ്ങനെയാണ് ഉന്നതങ്ങളിൽ താങ്ങി നിർത്തപ്പെട്ടതെന്ന് എന്തേ അവൻ ചിന്തിക്കുന്നില്ല? വെറുതെ നിൽക്കുമോ? അനന്തകോടി ആകാശഗോളങ്ങൾ ആർത്തിരമ്പുന്നത് എങ്ങനെ? ഭൂമിയും ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനുമൊക്കെ ഏത് വിശാലമായ ഓളപ്പരപ്പിലൂടെയാണ് നീന്തി തുടിക്കുന്നത്? അതെല്ലാം കൃത്യമായ ടൈമിംഗ് പാലിക്കുന്നത് എങ്ങനെയാണ്? ഉദയം തെറ്റാത്തത് എന്തുകൊണ്ടാണ്? അസ്തമയം തെറ്റാത്തത് എന്താണ്? ആ ട്രാക്കുകളിൽ കൂട്ടിയിടി സംഭവിക്കാത്തത് എന്താണ്? അവയെ താങ്ങി നിർത്തുന്ന ഘടകങ്ങൾ എന്താണെന്ന് പഠിക്കുക. ഖുർആനാണിത് പറഞ്ഞത് ലോകത്ത്. അങ്ങനെയാണ് കൊർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. സ്പെയിനിൽ, യൂറോപ്പിന്റെ നെഞ്ചത്ത് യൂണിവേഴ്സിറ്റി ആദ്യം പണിതത് കൊർഡോവയിൽ. സിൽവസ്റ്റർ രണ്ടാമൻ എന്ന പോപ്പ് വന്ന് പഠിച്ചിട്ട് പോയത് അവിടെയാ. ഇന്ന് അച്ഛന്മാരുടെ കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ തെണ്ണ നിരങ്ങണം, എന്നാലും കിട്ടൂല, അല്ലേ? പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത് യൂറോപ്പിലെ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലാ. കൊർഡോവ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി. 6 നൂറ്റാണ്ട് യൂറോപ്പിൽ ഇസ്ലാമിക സമൂഹം ഈ ഖുർആനിന്റെ പ്രചോദനം കേട്ട് വളർന്ന ഒരു സമൂഹം. എന്തേ ഒട്ടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല, ആലോചിക്കുന്നില്ല? അതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ എന്തേ? ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഓരോ വെള്ളിയാഴ്ചയും ഇമാമ് മഅ്മൂമിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഓതി കേൾപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിർബന്ധമായും പറഞ്ഞു കൊടുത്ത ഇതാണ്. എന്താ അതിനകത്ത് പറഞ്ഞേ? സ്വർഗത്തിലെ സൗകര്യങ്ങളെ, സുഖ സൗകര്യാദികളെ കുറിച്ചല്ല. അള്ളാഹു നമ്മളിൽ സംപ്രീതനാകുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല. ബയോളജി പഠിക്കാത്തതെന്ത്? ആകാശ സീമകളെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിന്റെ അത്ഭുത പരപ്പുകളിലേക്ക് ഊളിയിട്ട് കണ്ണുകൾ നട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പടച്ചതമ്പുരാന്റെ വൈഭവം കണ്ടെത്താത്തതെന്ത്? വൈലസ്സമായി കൈഫ റുഫിഅത് വൈലൽ ജിബാലി കൈഫ നുസിബത്. ഭൂമിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന, ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങൾ നിങ്ങളുടെ പഠന വിഷയമാകാത്തതെന്ത്? പർവ്വതങ്ങൾ പഠിക്കണമെന്നേ ഖുർആൻ പ്രചോദിപ്പിച്ചതാണ്. വൈലൽ അർളി കൈഫ സുതിഹത്ത്. ഉരുണ്ടതെങ്കിലും മനോഹരമായി പരത്തിയിട്ടതുപോലെ അനുഭവപ്പെടുന്ന ഈ ഭൂമിയെ എങ്ങനെയാണ് അണിയിച്ചൊരുക്കിയതെന്ന് എന്തേ ആലോചിക്കാത്തു? ഇതാണ് എല്ലാ വെള്ളിയാഴ്ചയും പോയി കേട്ടേച്ച് പറഞ്ഞേ. എന്നിട്ടും മുസ്ലിം സമുദായം ഒരു പള്ളിക്കൂടം പോലും ഉണ്ടാക്കിയില്ല. ഈ അടുത്ത കാലത്ത് കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പള്ളിക്കൂടം ഉണ്ടാക്കിയത്. സെൽഫ് ഫിനാൻസ് സ്കൂളുകളും കോളേജുകളും വന്നപ്പോഴാണ് പള്ളിക്കൂടം ഉണ്ടായത്.
കാരണം കാശിന്റെ വക അതാണ്. മറ്റേ കച്ചവടമായിരുന്നു നമ്മുടെ ആകപ്പാട്. കാരണം അതിനാണുള്ള കാശ്. ഇപ്പൊ പള്ളിക്കൂടം ആശുപത്രിയും കച്ചവടമാണെന്ന് വന്നപ്പോൾ കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പള്ളിക്കൂടം ഉണ്ടാക്കി, കാശിന് വേണ്ടി മാത്രം. ഈ ആയത്ത് എത്ര കാലം കേട്ടതാ? നമ്മളോട് ഇൽമു പഠിക്ക്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അപാരമായ ശക്തിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്ന് നമ്മളോട് പഠിപ്പിച്ച ഈ ഖുർആന്റെ വിളംബരം കേട്ടുണർന്നാണ് യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് വിത്ത് പാകിയ 600 വർഷക്കാലത്തെ മുസ്ലിം സ്പെയിൻ ജ്വലിച്ചു നിന്നത്. കഴിഞ്ഞ ദിവസവും മുസ്ലിം സ്പെയിനിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അത്ഭുതം കൊണ്ട് നമ്മളെല്ലാവരും അമ്പരന്ന് പോകും. അത്രയും വലിയ അത്ഭുതം ഖുർആനാണ് അവർക്ക് നൽകിയത്. എന്തുകൊണ്ട് യൂറോപ്പിൽ ഇത്ര വലിയ നവോത്ഥാനം ഉണ്ടായെന്ന പഠനം എത്തിച്ചേരുന്നത് അതിനു മുമ്പ് 600 കൊല്ലം അവിടെ മുസ്ലിമീങ്ങൾ ഭരിച്ചു എന്നുള്ളതാണ്. ഇത്രയും വലിയ അറിവിലേക്ക് അവരെ കൈപിടിച്ചാനയിക്കാൻ 6-ാം നൂറ്റാണ്ടിന്റെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്തിന് 1-2 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം യൂറോപ്പിന്റെ നെഞ്ചകത്ത് ഇത്രയും വലിയ വിസ്മയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ പ്രേരണാശക്തി എന്തായിരുന്നു? അതിന്റെ പേരാണ് ഖുർആൻ. അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഖുർആൻ പഠിച്ചിട്ട് താക്കോല് കയ്യിൽ വാങ്ങിയിട്ട് ഏത് പഠനത്തിന്റെയും വിശാലതകളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ചിന്തയെ തട്ടി ഉണർത്തിയിട്ട് അവന്റെ ഓർമ്മകളുടെ അറകളെ തുറന്നിട്ടിട്ട് എല്ലാം പഠിച്ച് അവൻ അത് കൊണ്ടുപോയി പരണത്ത് വെച്ചിട്ട് പിന്നെ പഠനം തുടരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കേവലം പണം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വലിയ സുഖസൗകര്യാദികൾ പെരുപ്പിക്കാനും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ ആവാത്ത മൃഗതുല്യനാക്കി അധപ്പതിപ്പിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമായി മാറാൻ, എല്ലാ ഡോക്ടറും എങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത്, ദൈവബോധമില്ലാത്ത, ഉള്ളിലെ മനുഷ്യത്വത്തെ തട്ടി ഉണർത്താത്ത, താൻ പഠിച്ച അറിവുകളിലൂടെ കടന്നു പോകുമ്പോ ആ അറിവുകൾ ബയോളജി ആകട്ടെ, ഫിസിക്സ് ആകട്ടെ, ബോട്ടണി ആകട്ടെ, സുവോളജി ആകട്ടെ, അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ശാസ്ത്രമായിക്കൊള്ളട്ടെ, ഭൂമി ശാസ്ത്രമാകട്ടെ, എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കുമ്പോ അതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയും ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അജയ പ്രഭാവൻ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത ചൂടുപിടിച്ച ഒരു സമൂഹത്തെ ഈ ലോകത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ അവൻ ഈ ലോകത്തൊരിക്കലും മനുഷ്യകുലത്തെ യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന് അവന് ഭീഷണിയാകാൻ കഴിയില്ല. ഇന്നും മനുഷ്യന് ഭീഷണിയാണ്, അല്ലേ?